റമദാനിലെ 6 രാത്രികൾ ഹയാത്താക്കണമെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹയാത്താക്കാൻ മനസ്സിലായോ? ഹയാത്താക്കാന്ന് പറഞ്ഞാൽ അത് ആദ്യം പറഞ്ഞു കൊടുക്കണ്ടേ. ഹയാത്താക്കാന്ന് പറഞ്ഞാൽ എന്താ? ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നല്ല, ജീവൻ എന്നല്ലേ? ജീവൻ കൊടുക്കേണ്ട രാത്രി. ഉറങ്ങിയാ പിന്നെ ഹയാത്ത് ഉണ്ടാവില്ല, മൊത്തമായി. ഉറങ്ങലല്ല, പരമാവധി നല്ല കർമ്മങ്ങളെ കൊണ്ട് രാത്രി സമയം ചെലവഴിക്കും. ഒരു പക്ഷെ എല്ലാവർക്കും 4 മണി വരെ ഉറക്കൊഴിച്ചിരിക്കാൻ കഴിയില്ല. പലർക്കും പല ആരോഗ്യസ്ഥിതിയല്ലേ. എന്നാ ഒരു തറാവി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടെ നീട്ടിയിട്ടൊന്ന് ഖുർആൻ ഓതി കുറച്ച് ദിക്ർ ചൊല്ലി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ 12 വരെ കഴിയും. അങ്ങനെ 1 വരെ ഓരോരുത്തരെ കഴിയുമ്പോൾ ചെയ്തോളി. ലാസ്റ്റ് സമയം വരെയൊക്കെ അവർ വലിയ മുവഫ്ഫഖീങ്ങളാണ്, ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 40 കൊല്ലൊക്കെ ഹയാത്താക്കിയില്ലേ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. രാത്രി ഹയാത്താക്കി. എന്താണ് ആ രാത്രിന്റെ ഒക്കെ ഒരു സൗന്ദര്യം? 40 കൊല്ലം ഇശാ നിസ്കരിച്ച് അതേ ഉദു കൊണ്ട് തന്നെ സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാത്രിന്റെ ഒക്കെ ഒരു ഭംഗി? ആ മനുഷ്യനെ പറ്റി എന്താണ് പറയാ? ജീവിതത്തിൽ 90 കൊല്ലം കിട്ടിയിട്ട് 40 കൊല്ലത്തെ രാത്രിയും ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തൊരു സൗന്ദര്യമുണ്ട്. 90 കൊല്ലം ജീവിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ജീവിതത്തിൽ 40 കൊല്ലം അങ്ങനെയല്ലേ? അവരൊക്കെ വലിയ തൗഫീഖ് ലഭിച്ച മഹാന്മാരാണ്. ഞാൻ പറയുന്നത് അത്ര അങ്ങോട്ട് നമുക്ക് കഴിയില്ലെങ്കിലും 1 മണിക്കൂറെങ്കിലും തറാവി കഴിഞ്ഞ് വിത്ർ കഴിഞ്ഞ് സലാം വിട്ടുമ്പോഴേക്ക് കഞ്ഞി കൂട്ടാനും ഉറക്കം എന്നുള്ള ആ സബീലിലെ കുറച്ചും കൂടി ഇതൊരു ബദറിന്റെ രാവാണ്. നാളെ ബദർ, ഇന്ന് ബദറിന്റെ രാവാണ്. 6 രാത്രി ഹയാത്താക്കണം ഞാൻ പറഞ്ഞതല്ല, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതിലൊരു രാത്രിയാണ് ലൈലത്തുൽ ബദർ. എന്നാണത്? ഇന്ന് മഗ്‌രിബിന് നമ്മളൊക്കെ ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കഴിവിന്റെ പരമാവധി. ഇനി ഒരു നസീഹത്താ കേൾക്കുന്ന ആയിക്കോട്ടെ, ഇബാദത്ത് തന്നെയല്ലേ. ഒരു ഉപദേശം കേൾക്കാൻ, ഇൽമു പഠിക്കാൻ നല്ലതാണ്. അല്ല നമ്മൾ പിന്നെ സ്വലാത്തിലാണ് നല്ലതാണ്. മദ്ഹ് കേൾക്കാൻ നല്ലതാണ്. വായിച്ച് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ നല്ലതാണ്. എന്തെങ്കിലും സുഹൃതങ്ങളെ കൊണ്ട് രാത്രി അങ്ങോട്ട് ഹയാത്താക്കുക. ചില ആൾക്കാർ ചില സ്ഥലത്ത് ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഹയാത്താക്കാൻ ഇന്ന് പള്ളിക്ക് പോകണം, ഹയാത്താക്കാൻ വേണ്ടി പോവാണ്. ഹയാത്ത് കുറച്ച് വന്ന് 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ മുത്തായി. ഇത്തിക്കാഫ് ഇട്ടു, അത് വേറെ വിഷയം കേട്ടോ. അതിപ്പോ പിന്നെ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലൊക്കെ ഇത്തിക്കാഫിന്റെ കൂടി കിട്ടും, നീയത്തൊക്കെ കിട്ടും. പക്ഷെ ഹയാത്ത് കിട്ടൂല. ഹയാത്ത് കിട്ടണമെങ്കിൽ ഉറങ്ങി എങ്ങനെ കിട്ടണേ? ഉറങ്ങിയാ മൗത്തായി. മൂത്തല്ലേ ഉറക്കം എന്ന് പറഞ്ഞത്? ഉറക്കം എന്ന് പറഞ്ഞാൽ മൂത്താണല്ലോ, മൂത്തിന്റെ സഹോദരനാണല്ലോ. സ്വർഗത്തില് ഉറക്കമുണ്ടോന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത്. സ്വർഗത്തിൽ ഉറക്കം എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയാത്ത സുഖല്ലേ? ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഉറക്കം ഇങ്ങനെ കാണിച്ചു കൊടുക്കും? ഒരു സുഖലാണ് സത്യത്തിൽ. അല്ലാഹു തആല തന്ന നിയമത്തുകൾ വലിയ നിയമത്തായിട്ട് ഖുർആൻ എണ്ണിയതാണല്ലോ ഉറക്കം എന്നുള്ളത്. അജഅൽനാ നൗമക്കും സുബാത്താ. ഖുർആൻ എണ്ണിയില്ലേ? വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്നുള്ളത്, ചെറുതൊന്നല്ല. അപ്പൊ ആ ഉറക്കം സ്വർഗത്തിലുണ്ടോ എന്ന് വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഇല്ല. എന്തേതില്ലാത്തത്? ലിഅന്നഹു അഖുൽ മൗത്ത്. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. ഒന്ന് ജ്യേഷ്ഠനാ അല്ലെങ്കിൽ അഞ്ചനാണ്. ചില ആൾക്കാർ ഉറങ്ങിയാൽ മരിച്ചതിനേക്കാളും അപ്പുറമാണ്. ഓരൊന്നും അറിയില്ല. ഓലെ തട്ടിന്റെ പുറത്തുനിന്ന് 2 ആൾക്കാരെ താങ്ങിയിട്ട് നേരെ താഴെ കൊടുന്ന് വേറെ റൂമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നടത്തി. അയാള് നീച്ചു നോക്കും, നിങ്ങൾ എവിടെ കിടന്നു? ഞാൻ ഇവിടെ തന്നെ കിടന്നു. എവിടെ ഉറങ്ങി? ഇവിടെ തന്നെ. മുപ്പര് എവിടെ ഉറങ്ങി? മുപ്പർക്കാരിൽ എവിടെ നിന്ന് എണീച്ചു എന്നറിയില്ല. ആ ഒരു രൂപത്തിൽ ഉറക്കം. ചില മരണം തന്നെ മരണത്തിന്റെ സഹോദരനാണ്. മരണം സ്വർഗത്തിലില്ലല്ലോ, അതുകൊണ്ട് സഹോദരനും ഇല്ല. അപ്പോ ഹയാത്താക്കാന്ന് പറഞ്ഞാൽ പിന്നെ മൂത്താകരുത്, ഉറങ്ങരുത്. ദിക്റുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട്, നിസ്കാരം കൊണ്ട്, ഖുർആനോത്ത് കൊണ്ട് കുറച്ചെങ്കിലും നേരം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി പോയിട്ട് തറാവിയാണ് കഴിഞ്ഞ് വിത്റുള്ള കുനൂത്തും കഴിഞ്ഞ് നേരെ കഞ്ഞി കൂട്ടാനും കുറച്ച് എന്ന് പറഞ്ഞു. അതല്ല, ഇന്നത്തെ രാവേ ബദറിന്റെ രാവാണ്. കുറച്ചെങ്കിലും കഴിയുന്നവർ കഴിയുന്ന അത്ര അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര കഴിയും ഇന്നലെ പോലല്ല, കഴിഞ്ഞ രാവുകളെ പോലെ ഒന്നുമല്ല ഇന്നത്തെ രാവ്. അതുകൊണ്ട് കുറച്ച് ഖുർആൻ ഓതട്ടെ. ഏതായാലും കുറെ ഓതേണ്ടതുണ്ട്. ഇപ്പോഴും ഞാൻ ഓതിയിട്ട് ഇവിടെ എത്തിയിട്ട് കുറച്ചുകൂടി ഓതട്ടെ. ഇന്നത്തെ രാത്രി കുറച്ചുകൂടി ദിക്ർ ചെല്ലട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ കുറച്ചുകൂടി ചെല്ലട്ടെ. എന്നിട്ട് കുറച്ചുകൂടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടട്ടെ. എന്നിട്ട് അങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് അതിൽ ചെറിയൊരു പങ്കെങ്കിലും നമുക്ക് വേണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബാക്കി ആ 5 രാവുകൾ വരുന്നത് അവസാനത്തെ 10-ലാണ്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ് ഹയാത്താക്കേണ്ട രാവ് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞ വിശുദ്ധ റമദാനിലെ 6 രാവുകൾ അതാണ്. ദുആഇന് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ നോക്കി തയ്യാറാക്കണം. ഒന്നാമത്തെ അതതാണ് ദുആഇന് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ. അതിൽ നിങ്ങൾ റമദാനിന് എത്ര ഉണ്ട്? വർഷത്തിൽ നോക്കുകയാണെങ്കിൽ വർഷത്തിൽ ഏറ്റവും ദുആഇന് ശ്രേഷ്ഠമായ
വർഷം ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു കയൗമി അറഫത മിനസ് സന, വർഷത്തിൽ നിന്ന് അറഫാ ദിവസം പോലെ. ദുആഉ അറഫത, അറഫാ ദിവസത്തിലെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ദുആയാണ്. അതുപോലെ തന്നെ റമളാൻ മാസങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ റമളാൻ മാസം പോലെ. ഗസാലി ഇമാം തങ്ങൾ ഉദാഹരണം പറയാണ്, ആഴ്ചയിൽ നോക്കുമ്പോൾ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച പോലെ. വഖ്തു സഹരി, രാത്രിയുടെ സമയങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത്തായ നേരം പോലെ. ഓരോന്നിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വർഷത്തിൽ ഒരു ദിവസം കൂട്ടുക അറഫാ ദിവസം, വർഷത്തിൽ മാസം കൂട്ടുകയാണെങ്കിൽ റമളാൻ മാസം, ആഴ്ചയിലുള്ളൊരു ദിവസം കൂട്ടുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ദ്വാരക്കലുണ്ടോ? ഇമാമു ദ്വാരക്കൽ നമ്മൾ ആമീൻ പറയില്ലല്ലോ. അതല്ല, സ്പെഷ്യലായിട്ട് നമുക്കും ദ്വാരുന്നൂടെ. എന്താ ദ്വാരക്കണി? എന്താ ദ്വാരക്കണി കേട്? ദുഹാ നിസ്കരിച്ചിട്ടും പള്ളിയിൽ വന്ന് രണ്ടൊക്കെ തഹിയ്യത്ത് നിസ്കരിച്ചിട്ടും അൽക്കഫ് ഓതിയിട്ടും സ്വലാത്തല്ലിട്ടും ഒക്കെ ദ്വാരുന്നൂടെ? ഇന്ന് ദ്വാരക്കണ ദിവസമാണ്. ദുആഇന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സലാത്തിന്റെ മാത്രമല്ല, ദുആഇന് ഏറ്റവും മഹത്തുള്ള ദിവസം. ആഴ്ചകളിൽ ഏറ്റവും ദുആഇന് ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സമയങ്ങളിൽ നോക്കുമ്പോൾ 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത്താഴത്തിന്റെ സമയം, വഖ്തു സഹർ, അത്താഴത്തിന്റെ സമയമാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അതങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതിനൊരു കാരണം മഹാനവറുകൾ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു എന്നൊരു കാരണം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, ആ കൂട്ടത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ കാണാം, യാക്കൂബ് നബി അലൈഹിസ്സലാം അത്താഴത്തിന്റെ സമയത്ത് ദ്വാരക്കാൻ നിന്നപ്പോ യദ്ഉ വഔലാദഹു യുഅമ്മിനൂന ഖൽഫഹു. അത് കേട്ടോ, അത് മറ്റൊരു റിപ്പോർട്ടാണ്. യാക്കൂബ് നബി ദ്വാരക്കുമ്പോ മക്കൾ പിന്നിൽ നിന്ന് ആമീൻ പറയുന്നുണ്ട്. അപ്പൊ ബാപ്പ മാത്രമല്ല ഒരു വീട്ടിൽ സജീവെന്ന് മനസ്സിലായില്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ദ്വാരക്കാണ് അത്താഴത്തിന്റെ നേരത്ത്, മക്കൾ പിറകിൽ നിന്ന് ആമീൻ പറയുന്നു, ആ ദുആഇന് ഉത്തരം പറയുന്നു, ആമീൻ പറയുന്നു. അങ്ങനെ അല്ലാഹു തആല വഹി അറിയിച്ചു, ഇന്നി ഖദ് ഗഫർതു ലഹും, ഈ മക്കൾക്കൊക്കെ ഞാൻ പൊറുത്തിരിക്കുന്നു, വജഅൽതു അംബിയാ, അവരൊക്കെ ഞാൻ നബിമാരാക്കിയിരിക്കുന്നു. അത്രയും ശ്രേഷ്ഠമായ ഒരു ദർജയിലേക്ക് ആ മക്കൾ ഉയരാൻ കാരണം ആ ഒരു സമയം നന്നായി പരിഗണിച്ചതുകൊണ്ടാണ്. അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തുകൊടുത്തില്ലേ? തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അവരുടെ സ്വാലിഹ്യങ്ങളിൽ നല്ല ഗ്രേഡുള്ളവരിൽ അല്ലാഹു പെടുത്തില്ലേ? അതാ നേരം പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ ദുആഇന്റെ ഒന്നാമത്തെ അദബായിട്ട് ഗസാലി ഇമാം തങ്ങൾ എണ്ണിയതാണ് ശ്രേഷ്ഠമായ ഒരു സമയം ഒഴിവാക്കരുത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ദ്വാരക്കല്ലേ അല്ലേ? അല്ലാഹു ലക സുബ്തു, അതല്ല ദുആ. നോമ്പ് തുറക്കുന്ന സമയത്ത് ദ്വാരക്കണം. മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാനവറുകൾ ദ്വാരക്കും. ഇത്രയും പകൽ ഇത്രയും നേരം അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തന്നില്ലേ? നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അത് വലിയ ഒരു നിഅമത്താണ്. നോമ്പ് തുറക്കുന്ന മനുഷ്യൻ, പടച്ചവനെ ഞാൻ ഇത്രയും നേരം നിന്നെ വിചാരിച്ചുകൊണ്ട്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ഒന്നും എടുക്കാനോ ഉപയോഗിക്കാനോ എൻ്റെ കയ്യിനും ശരീരത്തിനും അവധില്ലാഞ്ഞിട്ടോ, പിന്നെ നിന്റെ ഒരു കൽപ്പന മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തടസ്സം ചെയ്തത്. അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ്, ചെറിയൊരു അനുഗ്രഹമല്ലല്ലോ നീ തന്നത്. ഒരു കാരക്ക നീരാക്കിയിട്ട്, ഒരു കാരക്ക നീര് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്ന ദുആ, മഹാനവറുകൾ എന്നും ദ്വാരക്കുന്ന ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ എന്ന ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈ, എല്ലാ സൃഷ്ടികൾക്കും വസ്തുക്കൾക്കും വിശാലമായ നിന്റെ അനുഗ്രഹം മുൻനിർത്തി, നിന്റെ കാരുണ്യം മുൻനിർത്തി ചോദിക്കുന്നു, അൻ തഗ്ഫിറ ലീ, നീ എനിക്ക് മാപ്പ് തരണം, നീ എനിക്ക് പുറത്തു തരണം. ഏറ്റവും ജീവിതത്തിലുള്ള ദുആ തന്നെയല്ലേ? ഓർക്കലിനെ തേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുആ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ അള്ളാഹു തആല പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തും ജയിച്ചില്ലേ? എല്ലാ രംഗത്തും ജയിച്ചു. അപ്പൊ അതുകൊണ്ടാണ് മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ ഉസ്താദെ മറ്റുള്ള കയ്യിൽ പെട്ട് എല്ലാം പെട്ടു. മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഖിബത്ത് നന്നായി, നല്ല മരണം കിട്ടി, ഈമാനോടെ പിരിയാൻ കഴിയും, ഈമാനോട് ഒരുമിച്ച് കൂടാൻ കഴിയും, സ്വർഗത്ത് പോകാൻ ഒക്കെ അതിൽ വന്നു. ഇനി ഒന്നും അതിൽ വരാത്തില്ല. അള്ളാഹു പുറത്തു തന്നു എന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ജയിച്ചു, അയാൾ വിജയിച്ചു എന്നാണ്. മഗ്ഫിറത്ത് എന്ന ഉന്നതമായ പദവിയിലേക്കാൾ ഉയർത്തപ്പെട്ടു എന്നതിന്റെ അർത്ഥം. അതോടുകൂടെ ദുന്യാവും ആഖിറത്തും സലാമത്തായി. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ദുഹാ നിസ്കാരം എന്നുള്ള ശ്രേഷ്ഠമായ നിസ്കാരമല്ലേ നിർവഹിക്കുന്നത്. ദുഹാ നിസ്കാരം മുഅ്മിനീങ്ങൾക്കെല്ലാം നിർവഹിക്കാൻ കഴിയൂല എന്നാണ്. മുനാഫിക്ക് ഒരിക്കലും ദുഹാ നിസ്കരിക്കൂല എന്ന ഹദീസിലുള്ളത്.
അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഒരു വിദേഹത്തിന്റെ ഷോകളിലൊക്കെ ആൾക്കാർ പറയും അങ്ങനെ ഒരു നിസ്കാരമൊന്നും ഇല്ല, നിർവഹിക്കാൻ കഴിയില്ല പറഞ്ഞാൽ പോലെ. ഇതിലെ എല്ലാവരും അവർ നിർവഹിക്കൂലെന്ന് ആദ്യത്തില്ല. മുനാഫിക്ക് നിസ്കരിക്കാത്തൊരു നിസ്കാരം ലുഹാ നിസ്കാരം. ലുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് 100 പ്രാവശ്യം ചൊല്ലുന്ന ദിക്റും അത് ഇസ്തിഗ്ഫാറാണ്. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. 100 വട്ടം ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കും. ദുആ നിസ്കരിച്ചതിന് ശേഷം റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. നോക്ക് നിങ്ങൾ, ഒരൊറ്റ ദുആ, നോമ്പ് തുറന്നിട്ട് ഒറ്റ ദുആ, കുറേ ദുആ ഒന്നുമില്ല, ഒറ്റ ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിർ ലി. ദുആന് നല്ല ഉത്തരം കിട്ടുന്ന നേരമാണ്. ഉത്തരം കിട്ടുന്ന നേരം നമ്മൾ വെറുതാക്കാൻ പാടില്ല. നമുക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന വലിയ വലിയ ഓഫറുകളാണ്, അതൊക്കെ ലാഭിക്കണം, മുതലാക്കണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.